ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. നിങ്ങൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും ഞാനൊരു ബോട്ടിൽ ആർട്ട് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് 2 കോട്ട് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം ഒരു കോട്ട് അടിക്കുകയാണ്. അപ്പോൾ അത് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പോഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ബോട്ടിലിൽ 2 കോട്ട് അടിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ടൊന്ന് കാണിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെയിൻ്റ് ഒന്ന് ഈ സ്പോഞ്ചിലാക്കിയിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താക്കിയാൽ മതി. അപ്പം നമ്മൾ ഒരുപാട് തിക്കായിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ബോട്ടിലൊന്ന് നമ്മൾ ആ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അടിച്ച ഭാഗത്ത് തന്നെ വീണ്ടും ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കോട്ടിങ് പോലെ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് ആ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് അടിച്ചിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചാൽ മതി. ഇപ്പം നമ്മളുടെ ആ ഒരു ബോട്ടിൽ ഫസ്റ്റ് കോട്ട് അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും. കാരണം ഭയങ്കര തിന്നായിട്ട് ഒരു ലൈറ്റ് കോട്ടിംഗ് ആണല്ലോ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. ഇനിയപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് ഒന്ന് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ചധികം നമ്മളൊന്ന് പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് കോട്ടിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു സ്പോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബബിൾസ് പോലെ ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മളൊരു പ്രാവശ്യം കൂടി അവിടെ തന്നെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിക്കോളും. എനിക്ക് 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് പോലെ ഇങ്ങനെ വരുന്നു, ഒരു തരിതരിയായിട്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്പോഞ്ചിൻ്റെ ഒരു ടെക്സ്ചറാണത്. പെയിൻറ്റ് കൊണ്ട് ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ മാത്രം ഒരു വേറെ ലൈൻസ് ആയിട്ടുള്ള ടെക്സ്ചറാണ് വരിക. അപ്പോൾ ഇത് കുഴപ്പമില്ല. അത് ഡ്രൈ ആകുന്ന സമയത്ത് അത്ര അറിയില്ല. ഒരു 2 കോട്ട് അല്ലെങ്കിൽ ചില ടൈമിൽ നമുക്ക് ബോട്ടിലിന് ഒരു 3 കോട്ടൊക്കെ അടിക്കേണ്ടി വരും, നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബോട്ടിലിൻ്റെ ആ താഴെ ഭാഗമൊക്കെ നമ്മൾ 2 കോട്ട് അടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ നെക്കിൻ്റെ സൈഡിലാണ് ഞാൻ സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. അപ്പോൾ അവിടെയും കൂടി അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ താഴെ നമ്മൾ അടിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും അടിക്കുമ്പം ആ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് പോകും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ താഴെ അടിച്ചത് നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ഒന്നും കൂടി ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തപ്പോൾ അവിടെ ജസ്റ്റ് ആ ഒരു പെയിൻറ്റ് സ്പോഞ്ചിലോട്ട് പോയി. പിന്നെ ഞാൻ അവിടെ വീണ്ടും പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും അവിടെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്ലിയർ ആയിട്ട് അടിച്ചിട്ടില്ല, കാരണം താഴെ ഭാഗത്തൊക്കെ എനിക്ക് വേറൊരു കളറും കൂടി അടിക്കാനുണ്ട്. പിന്നെ കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നന്നായിട്ട് പെയിൻറ്റ് അടിച്ചിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് നല്ല വൈറ്റ് ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3rd കോട്ടും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ താഴെ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഒരു 1/4 ഭാഗം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ അടിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഈ സെക്കൻഡ് കോട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ അടിച്ചാൽ മതി കേട്ടോ. നമ്മൾ വൈറ്റ് ബേസ് കോട്ട് അടിച്ചിട്ട് അതിൻ്റെ മേലെയാണല്ലോ നമ്മൾ ഈ ഗ്രീൻ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗ്രീന് സെക്കൻഡ് കോട്ടൊന്നും അടിക്കുന്നില്ല, ഒരു കോട്ട് തന്നെ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ വലിയൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പെയിൻറ്റ് ഒരുപാട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അത്രേ അടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബിറ്റർഗേർഡ് സീഡ്സ് ആണ്. പാവയ്ക്ക, കൈപ്പയ്ക്ക എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ആ ഒരു സീഡ്സ് എടുത്ത് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പെയിൽ യെല്ലോ ആക്രിലിക് കളർ തന്നെയാണ്. അപ്പോൾ ആ ഒരു സീഡ്സിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ടൊന്ന് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് അടിച്ചിട്ട് നമ്മൾ കുറച്ചധികം സീഡ്സ് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ട്രീ പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ അധികം തെറ്റി പോവാതെ അങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയയൊക്കെ അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഡിസൈൻസൊക്കെ വരയ്ക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീരെ വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേസിങ് പേപ്പർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ട്രേസ് ചെയ്യുമൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ സിമ്പിളായിട്ടുള്ള ട്രീ ആണ് വരച്ചു കൊടുക്കുന്നത്. ട്രീ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പിൻ്റെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, നമുക്കങ്ങനെ വരച്ചു പോകാമല്ലോ. കുറച്ചൊക്കെ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കതിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രാഞ്ചസൊക്കെ ആക്കി കൊടുത്തിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈന് പോലെ വരച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു തിക്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഔട്ട്ലൈന് വരയ്ക്കുമ്പോൾ കഴിയുന്നതും നമ്മൾ പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഫില്ല് ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്ക് സാധാ ബ്രഷൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വരച്ചതെന്ന് പറയുമ്പം എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡായിട്ട് ബ്രാഞ്ചസ് ഉള്ള ടൈപ്പ് അല്ല. ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ആ ഒരു കാറ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഉണ്ടാവില്ല, ആ ഒരു രീതിയിലാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ചില ഭാഗത്തൊന്നും ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല.
അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് തിന്നായിട്ടുള്ള ബ്രാഞ്ചസൊക്കെ വെച്ച് കൊടുത്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗം ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആ സീഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈൻ പോലെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. സീഡ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം സമയം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒരു 5 പെറ്റലുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീഡ്സ് തന്നെ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് കൊണ്ട് ഒരു കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. നമ്മൾ മുമ്പ് ആ ഒരു പംകിൻ്റെ സീഡ്സൊക്കെ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫുള്ളായിട്ടൊരു ട്രീ വരച്ചിട്ട് ഇങ്ങനെ ബ്രാഞ്ചസിൻ്റെ ഒക്കെ എടുത്ത് ഓരോ സീഡ്സായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗി ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 സ്ഥലത്ത് അങ്ങനെ ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ ഒരു 4-5 ഫ്ലവേഴ്സ് വീതം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ 5 പെറ്റലിന് പകരം 6-7 പെറ്റലാക്കിയിട്ട് കുറച്ച് വലിയൊരു ഫ്ലവറൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ആ നടുക്ക് കുറച്ചധികം ഗ്യാപ്പ് തന്നെ വരും. ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ആ ടൈം അവിടെ അങ്ങനെ എന്തെങ്കിലും മഞ്ചാടിക്കുരു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീഡ്സൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 5 എണ്ണം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് നടുക്ക് വരുന്നത്. ഞാനവിടെ പ്രത്യേകിച്ച് സീഡ്സും ഒന്നും ഒട്ടിക്കുന്നൊന്നുമില്ല. ഞാൻ റെഡ് ആക്രിലിക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ഇതിന് പകരം ഒരു മഞ്ചാടിക്കുരു ഇങ്ങനെ വെച്ച് നോക്കി, പക്ഷേ അത്രയും അതിന് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പല്ല ഉള്ളത്. കുറച്ച് അപ്പം ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും. പിന്നെ ഈ സീഡ്സ് ആണെങ്കിലും ഇങ്ങനെ കറക്റ്റ് നടുക്കിലോട്ട് ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടല്ലല്ലോ, ഒരുപോലെ ഒരു പരന്നൊരു ഷേപ്പല്ലേ. അപ്പോൾ എന്തായാലും കുറച്ചൊരു ഗ്യാപ്പ് വരും. അപ്പോൾ ഞാൻ ഈ റെഡ് കളർ ടച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആ ഒരു സ്റ്റെമ്മും അതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ലീവ്സിന് പകരം ജസ്റ്റ് ഇങ്ങനെ ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് സാപ്പ് ഗ്രീനാണ് കേട്ടോ, ആ ഒരു ഗ്രീന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ലീവ്സ് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് പകരം ആദ്യം കുറച്ച് സീഡ്സ് തന്നെ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നാം, കാരണം വലിയൊരു ടൈപ്പ് സീഡ്സാണ്. പിന്നെ ഈ ഒരു സീഡ് കൊണ്ട് തന്നെയല്ലേ നമ്മൾ ഫ്ലവറും കൂടി ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ അത് ഒട്ടിക്കാതെ ഇതുപോലെ ഒന്നിങ്ങനെ വരച്ച് നോക്കിയിട്ടുള്ളത്. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണ് നല്ലതെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഒരു ലീവ്സ് കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു സിമ്പിളായിട്ടുള്ള ലീവ്സ് ഇങ്ങനെ വരച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ബ്രാഞ്ചസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ലീവ്സും ഒക്കെ വരുന്ന സമയത്ത് പിന്നെ ഇപ്പോൾ ആ ഒരു ഫ്ലവേഴ്സിനൊരു വലിയൊരു വൃത്തിയോടൊന്നും തോന്നില്ല, കാരണം നല്ല കുഞ്ഞു കുഞ്ഞു ലീവ്സൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു റെഡിന് ഇങ്ങനെ നടുക്ക് ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനൊരു 1-2 എണ്ണത്തിന് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് ആ ഒരു ബോട്ടിൽ കാണുന്ന രീതിയിലുണ്ടല്ലോ, അങ്ങനെയാണ് നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊന്ന് വാർണിഷ് അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് 200 ml 74 റുപ്പീസാണ് ഈ ഒരു വാർണിഷിന് റേറ്റ്. വുഡ് വാർണിഷാണ്, ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറുണ്ട്. ഞാൻ ബോട്ടിൽ എല്ലായിടത്തൊന്നും അടിക്കുന്നില്ല, ആ ഒരു സീഡ്സിലും പിന്നെ ആ ഒരു ഗ്രീന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ള ആ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. കാരണം വൈറ്റ് പോർഷൻസിൽ അടിക്കുമ്പോൾ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളർ വരുമ്പം ആ ഒരു വൈറ്റ്നസിൻ്റെ ആ ഒരു ഭംഗി പോവും. അപ്പോൾ പിന്നെ ആ ഒരു ബ്ലാക്ക് ഗ്രീനിലൊക്കെ അടിക്കുമ്പോൾ കുറച്ചൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ ആ ഒരു സീഡ്സൊക്കെ ഒന്ന് പൂപ്പലൊക്കെ വരാതെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നദ, ബിനോയ്, 8th പഠിക്കുന്ന ഫാത്തിമ ഹിബ, 6th പഠിക്കുന്ന സെബ മറിയം, അൻസന, പിന്നെ 8th പഠിക്കുന്ന നാമിയ നസ്രിൻ, 7th പഠിക്കുന്ന ഷാദിയ, 9th പഠിക്കുന്ന റഹീമ, ഉമ്മു സൽമ, ഫാത്തിമ തസ്നീം, 9th പഠിക്കുന്ന നഫ, ഷീജ അജേഷ്, വൃന്ദ, 6th പഠിക്കുന്ന വിസ്മയ. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈപ്പക്കയുടെ സീഡ്സ് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതുവരെ ഇത് കണ്ടിട്ടില്ല ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഇത് കൈപ്പക്കയുടെ സീഡ്സൊക്കെ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.